വാട്സപ്പ് ഗായ്സ്, അങ്ങനെ അടുത്ത വീഡിയോയിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ക്രിയേറ്റിംഗ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ വളരെയധികം ട്രെൻഡിങ് ആയി കൊടുത്തിരിക്കുന്ന സപ്ലിമെൻ്റാണ് ക്രിയാറ്റിന്. അപ്പോൾ ക്രിയാറ്റിന് ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം പറയാം. ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റിൻ്റെ വേരിയേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, അഥവാ ഇനിയിപ്പോൾ വേരിയേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മളെ കിഡ്നിക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങൾക്കും കാരണമുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ വന്നോണമെന്നൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ചെറിയ കോസ്റ്റുള്ള വരുന്നത്, അപ്പോൾ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ക്രിയാറ്റിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനൊരു 3-4 മാസമായി ക്രിയാറ്റിൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ക്രിയാറ്റിൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ക്രിയാറ്റിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് അളവിൽ വന്നത് ക്രിയാറ്റിനിനെ എന്ന് പറഞ്ഞാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്രിയാറ്റിൻ വേറെയാണ്, ക്രിയാറ്റിനിനെ വേറെയാണ്. ഈ ക്രിയാറ്റിൻ എന്നുള്ളത് മസിൽ പിണ്ടത്തെയും നമ്മുടെ റിക്കവറി, മസിൽ സ്ട്രെങ്ത്, ഇതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഴ്സാണ്. അപ്പോൾ ക്രിയാറ്റിനിനെ എന്നുള്ളത് നമ്മളെ കിഡ്നിയിൽ ആവശ്യമില്ലാത്ത വേസ്റ്റിനെ പുറന്തള്ളുന്ന ഒരു സംഭവമാണ്. ഇത് രണ്ട് നമുക്കറിയാം, ക്രിയാറ്റിൻ വേറെ, ക്രിയാറ്റിനിനെ വേറെ. അപ്പോൾ ഈ ക്രിയാറ്റിൻ എന്നുള്ള അളവ് നമ്മളെ സ്ഥിരീകരിക്കുന്നത് ക്രിയാറ്റിനിനെ എന്നുള്ള അളവിലൂടെയാണ്. സംഭവം സിമ്പിളാണ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ക്രിയാറ്റിന് റിസൾട്ടിൽ വരിക ക്രിയാറ്റിനിനെ എന്നാകാരം. അതായത് ഈ ക്രിയാറ്റിൻ എന്നുള്ളത് ക്രിയാറ്റിനിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറേ ഡൗട്ടായി. ആ സമയത്ത് നമ്മുടെ IPCയുടെ ജനറൽ ഹെഡ് ഇലിയാസ് ബായിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ മൂപ്പരാളാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഒരു ഡൗട്ടാകാരം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ മാത്രമല്ല, ക്രിയാറ്റിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നിർബന്ധമാണ്. അതായത് നിങ്ങൾ ക്രിയാറ്റിൻ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ സംഭവം വരുന്നതൊന്നുമില്ല. അപ്പോൾ 1 കിലോ ബീഫ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടണം, ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സോഴ്സാണ്. എന്നിരുന്നാലും എന്തും അമിതമായാൽ പ്രശ്നമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ക്രിയാറ്റിൻ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്.